ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യ് കേട്ടോ. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യ് കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. അങ്ങനെ അതാ നമ്മൾ സുബൈ നിസ്കാരം ഓത്ത കഴിഞ്ഞ് ഇപ്പോൾ അതാ കിച്ചണിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ചായൻ്റെ കടി പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചായ ഇതിൻ്റെ മുന്നേ തിളപ്പിച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ നമ്മൾ പുട്ടൊക്കെ ഇവിടെ മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള കറി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. ഇനിയിപ്പോൾ ഞാനിതൊക്കെ കറി ഉണ്ടാക്കുന്ന തലേ ദിവസം ചിക്കൻ മുളക് ഇട്ടിരുന്നു. അതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കിഴങ്ങും ഒരു തക്കാളി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ആ ചിക്കൻ കറി ഇതിലിട്ട് തിളപ്പിച്ചും എന്നിട്ട് നാളികേരം അരച്ചുകൊണ്ട് പാരും. അതുതന്നെയാണ് നമ്മളെ പുട്ടുക്കുള്ള കറി. അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കിഴങ്ങും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് ഇതാ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇതിനേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കും. അങ്ങനെ അതവിടെ വേവണ സമയം കൊണ്ട് നമുക്ക് അതിക്കുള്ള നാളികേരം ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ കറിക്ക് ചിക്കൻ കറിയൊക്കെ ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുത്ത് ഇപ്പോൾ നമ്മൾ നാളികേരം അരച്ചതും കൂടെ ഒന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കും. അങ്ങനത്തെ നമ്മളെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനത്തെ നമ്മളെ സോബി ഇവിടെ ചായ എടുക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പം ഓക്ക് കറി വേണ്ട, പഞ്ചസാര മതി എന്ന് പറഞ്ഞ് പഞ്ചസാര ഒക്കെ ഇട്ട് ഇപ്പോൾ ചായയൊക്കെ കുടിച്ചോളൂ മദ്രസ് പോയി. പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പിൽ വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്, ഇനി അതൊക്കെ കഴുകി വെച്ച് ഇപ്പോൾ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത് ബീറ്റ്റൂട്ടാണ്. അപ്പോൾ അതിനുള്ള തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ തലേ ദിവസമൊന്നും അരിഞ്ഞ് വെച്ചിട്ടില്ല. സ്കൂളുള്ള ദിവസമാകുമ്പോഴാണ് ഞാൻ തലേ ദിവസം ഉപ്പേരിക്കുള്ളതും കറിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെക്കലുണ്ട് കേട്ടോ. അങ്ങനെ അത് ആ തൊലിയൊക്കെ കളഞ്ഞെടുത്തപ്പോഴൊക്കെ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുകിയെടുത്ത അരി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തവിടെ വേവാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പേരിക്ക് ഇതാ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചോപ്പറിലിട്ടിട്ടാണ് ഇതൊന്ന് അരിഞ്ഞെടുക്കുന്നത്. ഇതിലാകുമ്പോൾ നൈസായിട്ട് അരിഞ്ഞ് കിട്ടും, നമുക്ക് പണിക്കും ലാഭമാണ്. ഇതുപോലത്തെ ഒന്നുണ്ടായാൽ നല്ല മട്ടാണ്, നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ തീർക്കാനും പറ്റും. അങ്ങനെ അതാ നമ്മൾ ഫുള്ളായിട്ട് അവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വെക്കാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് ഒന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ബീട്രൂട്ടും അതൊക്കെ 2 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിരുന്നു കേട്ടോ. അതും കൂടി ഇട്ടൊന്ന് വേവിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളികേരം ചതച്ച് കാണ്ടല്ല ഒന്ന് ഇട്ട് കൊടുത്തത്, നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്തൊക്കെയാണ്. ചില ദിവസം അങ്ങനെ കരുമടിയാണ് ചതക്കാൻ, അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ സോബി മദ്രസൊക്കെ വിട്ട് വന്നപ്പോൾ ചായയൊക്കെ കുടിച്ച് ഇപ്പോൾ അകത്തു കൂടെ കടിച്ചേരി തരാമെന്നും പറഞ്ഞോള് അകത്തു കൂടെ കടിച്ചേരി തരാൻ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ അതാ ഒരാൾ നമ്മളെ റിജുട്ടന് ഒന്ന് കൊച്ചു TV വേണമെന്ന് പറഞ്ഞാൽ അതിട്ട് കാണുകയാണ്. അപ്പോഴേക്ക് ഇതാ നമ്മളെ ചോറ് ഇവിടെ വന്നിക്കണ്, ഇനി അതൊന്ന് ഊറ്റിയെടുക്കട്ടെ. ഞാനവളോട് എന്തെങ്കിലും പണി അതൊന്ന് ചെയ്തോണ്ടടി എന്ന് പറഞ്ഞാൽ ഇച്ച ഇജാന്നും പറഞ്ഞ ഒരൊറ്റ പാച്ചിലാണ്.
കളിച്ചാൻ. ഇന്നിപ്പോൾ എന്ത് തോന്നിയാവോക്ക് അകത്തു കൂടെ കടിച്ചു വരുന്നുണ്ടെന്നും പറഞ്ഞോളെ തന്നെ സ്വയം അടിച്ചു പോയതാണ്. പിന്നെ നമ്മൾ അവരെ ചെറുതിൽ തന്നെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മൾ ചോറൊക്കെ ഇവിടെ മുഴുവനായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ അവളെ കടയ്ക്ക് പറഞ്ഞേക്കാണ് കേട്ടോ. ഇന്നിപ്പോൾ നമ്മളെ മീനലിക്കാക്ക വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അവളോട് പീടികയിൽ പോയി കാണ്ട് ഉണക്കൽ മീൻ കൊണ്ടുവന്നാന്ന് പറഞ്ഞപ്പോഴേ അവൾ പോയി കൊണ്ടുവന്നതാണ്. ഇനിയിപ്പോൾ അതൊന്ന് മുറിച്ച് വെള്ളത്തിലിട്ട് വെക്കട്ടെ. അപ്പോൾ അത് കഞ്ഞി വെള്ളത്തിലാട്ടോ ഇട്ട് വെക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഉപ്പ് പോവാനും പിന്നെ നല്ല അഴുക്കുണ്ടാവും, അതൊക്കെ ഒന്ന് പോയി കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ എവിടെ എല്ലാം ഇട്ടിട്ട് ഉണക്കിയിട്ട് വരുന്നതെന്നൊന്നും ഇപ്പോൾ ഞമ്മക്ക് അറിയില്ലല്ലോ. ഇത് കഴിക്കണ സമയത്ത് നല്ല അഴുക്ക് കാണലുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൊണ്ടു. അങ്ങനെ നമ്മൾ മീനൊക്കെ മുറിച്ചിടെ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളിന്ന് കറി ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്കയും തക്കാളിയും കിഴങ്ങൊക്കെ വല്യുള്ളിയൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതിനിതാ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച വല്യുള്ളിയും വെണ്ടയ്ക്കയും കിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കണം. വെണ്ടയ്ക്കൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് കറിക്ക് നല്ല കൊഴുപ്പേക്കാരം. അങ്ങനത്തെ ഞാൻ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതുക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1.5 സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തേക്കണ്, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇതാ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വെച്ച് അവിടെ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മളെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ പുളിവെള്ളം ആട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എൻ്റെ ഇടയ്ക്ക് കുറച്ച് പുളിയുടെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇനി അതും കൂടെ ഒഴിച്ചെടുത്ത് നമ്മൾ അരച്ച് വെച്ച നാളികേരം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതായത് നമ്മളെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കാം. നമുക്കതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതൊരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാക്കിയാണ്. അതിന് ശേഷം ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ പൊട്ടിയതിന് ശേഷം 1/2 സ്പൂണ് കടുവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കറിവേപ്പിലയും കൂടി വേണ്ടിയിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് കറിവേപ്പില കഴിഞ്ഞു. അപ്പോൾ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് താളിച്ചെടുക്കുക. ഇനിയിപ്പോൾ അതാ ഞാൻ ആ ചട്ടി തന്നെ അടുപ്പിൽ വെച്ച് കൊടുത്ത് ഒന്ന് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മസാല തേച്ച് വെച്ച മീനും കൂടെ അത് ഇട്ടെടുത്തൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അതവിടെ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഒരു 5-6 പപ്പടം കൂടിയും ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് പൊരിച്ചെടുക്കാൻ കരുതി. 4 ദിവസം മുന്നേ കൊടുത്ത് വെച്ചാണ്. ഇനിയിപ്പോൾ അത് പാത്തിച്ചാൽ ശരിയാവില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. അങ്ങനെ നമ്മൾ പപ്പടമൊക്കെ കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ക്ലീനിങ്ങും കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ ക്ലീനിങ്ങും കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞത് ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയും ഉള്ളിയും കിഴങ്ങൊക്കെ ഇട്ടുള്ള കറിയും ബീട്രൂട്ട് ഉപ്പേരിയും ഉണക്കൽ മീനും പപ്പടവും ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.